ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഒരു അടിപൊളി ബ്രേസ്ലെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ടുള്ള മെറ്റീരിയൽസ് നോക്കാം. എങ്കാസ് വെയറാണ് കോർക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന 8mm സൈസ് വരുന്ന ബീഡ്സ്, ഗോൾഡൻ കളർ കുഞ്ഞ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹുക്കും ജംബറിങ്സ്. നമുക്ക് പിന്നെ കോർക്കാൻ വേണ്ടിയിട്ട് 2 സൂചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്കാസ് വെയറിന് പകരം ഏത് ത്രെഡ് വേണമെങ്കിലും കോട്ടൺ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണോ ത്രെഡ് ലെങ്ത്ത് വേണ്ടത് അത്രയും കണക്കാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 അറ്റത്ത് ഓരോ സൂചി കോർക്കാം. അതിനുശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3 മുത്ത് വെച്ചിട്ടാണ് ഓരോ കളർ എടുക്കുന്നത്. പിങ്ക് ഷെയ്ഡിന് ഡാർക്കും ലൈറ്റും കളേഴ്സാണ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 3 പിങ്ക് ലൈറ്റ് കളറാണ് ഇവിടെ കോർക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ മുത്ത്, പിന്നെ ഒരു പിങ്ക് ലൈറ്റ് പിങ്കിൻ്റെ ഒരു മുത്ത്, വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത്, പിന്നെ ഒരു പിങ്ക്, വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത്. ആ ഒരു ഓർഡറിൽ നമുക്ക് 3 മുത്താണ് ഇവിടെ കോർക്കുന്നത്. അപ്പോൾ അതായത് 3 ഗോൾഡൻ കളർ മുത്തും 3 പിങ്ക് മുത്തും നമ്മൾ കോർത്തു. കറക്റ്റ് നടുവിൽ വരുന്ന പോലെ വെക്കുക. വെച്ച ശേഷം നമ്മൾ ആദ്യം കോർത്തിരിക്കുന്ന ഗോൾഡൻ കളർ മുത്തുണ്ടല്ലോ, അതായത് ഗോൾഡൻ കളർ മുത്ത് ഒരു ഭാഗത്തേ ഉണ്ടാവുന്നുള്ളൂ. ആ മറ്റേ ഭാഗത്തുള്ള സൂചി എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലൂടെ വീണ്ടും നമ്മൾ ക്രോസ് ആയിട്ട് കോർത്തെടുക്കുക. അതായത് ഇപ്പോൾ ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇനി റൈറ്റ് സൈഡിലുള്ള സൂചി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് ഈ മുത്തിൻ്റെ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് ഡയറക്ഷനിലോട്ട് നമ്മളത് ഈ ഭാഗത്തോട്ട് തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് കോർത്ത് ക്രോസ് ആയിട്ട് കോർക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പോലെ കോർത്തിട്ട് ഇതുപോലെ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ 2 സൂചി ഒപ്പം പിടിച്ചിട്ട് കറക്റ്റ് നൂലിൻ്റെ നടുവിൽ വരുന്ന പോലെ വലിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കോർക്കാം. നെക്സ്റ്റ് 3 മുത്ത് തന്നെയാണ് ഇതുപോലെ എടുക്കുന്നത്. അത് ഡാർക്ക് പിങ്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കളർ കോമ്പിനേഷന് പകരം വേറെ ഏത് വേണമെങ്കിലും കോർക്കാം. അപ്പോൾ നമ്മളിനി മുകളിലും താഴെയായിട്ട് ഓരോ ത്രെഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ മുകളിൽ വരുന്ന ഭാഗത്താണ് ഇപ്പോൾ കോർക്കുന്നത്. ഇതേപോലത്തെ നമ്മൾ ഒരു ഗോൾഡൻ കളറിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് അവിടെ ഗോൾഡൻ കളർ നമുക്ക് കോർക്കേണ്ട ആവശ്യമില്ല. ഡാർക്ക് പിങ്ക് 2 മുത്ത് നമ്മൾ ഒരു ത്രെഡിൽ കോർത്തു. അതേപോലെ തന്നെ താഴെ വരുന്ന ത്രെഡിൽ നമ്മൾ ഒരു മുത്താണ് കോർക്കുന്നത്. മുകളിൽ 2 കോർത്തു, താഴെ 1 കോർത്തു. ഇനി ഒരു ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. ഇപ്പം നമ്മൾ ഏത് ത്രെഡിലാണോ കോർക്കുന്നത് ഏതിൽ വേണമെങ്കിലും കോർക്കാം. മുകളിൽ വേണം, ഇതിൽ വേണമെങ്കിലും കോർക്കാം, താഴെ വരുന്നതിലും കോർക്കാം. ഏതിൽ കോർത്താലും മറ്റേ സൂചി എടുത്ത് ഇതുപോലെ ക്രോസ് ആയിട്ട് കോർക്കുക. എന്നിട്ട് 2 ത്രെഡും കൂടി ചേർത്ത് വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ കോർത്ത ശേഷം ഇതുപോലെ വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ബാക്കിയെല്ലാം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കോർത്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈറ്റ് പിങ്ക് 3 മുത്ത് കോർത്തു. പിന്നെ നമ്മൾ ഡാർക്ക് പിങ്കാണ് കോർത്തത്. ഇനി നമ്മൾ ലൈറ്റ് പിങ്ക് 3 മുത്ത് കോർക്കും. വീണ്ടും നമ്മൾ ഡാർക്ക് കോർക്കും. അതുപോലെ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ കളർ മിക്സ് ആക്കിയിട്ടാണ് കോർത്ത് പോകുന്നത്. അപ്പോൾ ഈ 2 കളറിന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ റെഡും ബ്ലാക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഏത് വേണമെങ്കിലും കോർക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കോർത്തപ്പോൾ മുകളിൽ 2 മുത്തും താഴെ 1 മുത്തും കോർത്തു. ഇപ്പോൾ കോർക്കുമ്പോൾ താഴെ 2 മുത്തും മുകളിൽ 1 മുത്തും ഓപ്പോസിറ്റ് ആയിട്ടാണ് കോർക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ 3 മുത്ത് കോർത്തു, കോമൺ ആയിട്ട് നൂലിൻ്റെ നടുവിൽ വെച്ചു. അതിനുശേഷം മുകളിൽ വരുന്ന നൂലിൽ നമ്മൾ 2 മുത്തും താഴെ 1 മുത്തും കോർത്തു. ഇപ്പം നമ്മൾ കോർക്കുന്നത് താഴെ 2 മുത്തും മുകളിൽ വരുന്ന നൂലിൽ 1 മുത്തും കോർത്തു. എന്നിട്ട് ഗോൾഡൻ കളർ മുത്ത് എടുക്കുക. അതിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ക്രോസ് ആയിട്ട് കോർത്ത് നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. സെയിം പ്രൊസീജിയറാണ് നമ്മൾ ലാസ്റ്റ് വരെ. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ഇതേപോലെ തന്നെ കോർത്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ താഴെ 2 മുത്തും മുകളിൽ 1 മുത്തും കോർത്തു. അപ്പോൾ അതേപോലെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കോർക്കുമ്പോൾ മുകളിൽ 2 മുത്തും താഴെ വരുന്ന നൂലിൽ 1 മുത്തും. പിന്നെ നെക്സ്റ്റ് ആകുമ്പോൾ താഴെ 2 മുത്ത് മുകളിൽ 1 മുത്ത്. ആ ഒരു ഓർഡറിലാണ് കോർത്ത് പോകുന്നത്. വീണ്ടും നമ്മൾ ഗോൾഡൻ കളർ ഒരെണ്ണം കോർത്തിട്ട് 2 മുത്തിന്, അത് 2 നൂലിനും കൂടി കോമൺ ആയിട്ടാണ് നമ്മൾ ഒരു ഗോൾഡൻ കളർ മുത്ത് കോർക്കുന്നത്. ഇതുപോലെ കോർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൂചി എടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് പോലെ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കോർത്ത് എത്ര ലെങ്ത്ത് വേണോ അത്രയും കോർത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കൈയിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കോർത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ പെട്ടെന്ന് നമുക്കിതൊന്ന് കോർത്ത് റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മൾ മുഴുവനായിട്ട് ഇവിടെ കോർത്ത് നിർത്തി. ഇനി നമുക്ക് ലാസ്റ്റ് സൂചി 2 ഊരി മാറ്റിയിട്ട് ഈ 2 നൂലും കൂടി ചേർത്ത് കെട്ടിടുകയാണ്. 3 കെട്ടാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കെട്ടിട്ട ശേഷം നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുക. വീണ്ടും
ഒരു കെട്ട് കൂടി ഇടാം. അതായത് ഒരു കെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഒരു കെട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അഴിഞ്ഞ് വരില്ല, നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ നല്ല ടൈറ്റായിരിക്കാൻ വേണ്ടി ഞാനിതുപോലെ പ്ലെയർ ഒരു ഭാഗത്ത് നമ്മൾ നല്ല വയറ് ചുറ്റി പിടിച്ചിട്ട് മറ്റേ ഭാഗത്ത് പ്ലെയർ വെച്ചിട്ട് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഊരിപ്പൂല. പിന്നെ കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒന്ന് ഫയറിൽ കാണിക്കുക, ചെറുതായിട്ടൊന്ന് തീയിൽ കാണിച്ച് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിരുന്നുള്ളൂ. ഒന്ന് ഉരുക്കുക, അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുത്തിൻ്റെ ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ പിന്നെ നൂല് അവിടെ അങ്ങനെ കാണൂല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടറ്റത്തും ഈ ഹുക്കും ജംപറിങ്ങും കോർക്കാം. അപ്പോൾ ഈ ഗോൾഡൻ കളർ മുത്തുണ്ടല്ലോ രണ്ട് ഭാഗത്ത് കാണുന്ന ആ ചെറിയ ഗോൾഡൻ കളർ മുത്തിലോട്ടാണ് നമ്മളിത് കോർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഹുക്ക് എടുക്കുക, ഒരു ജംപറിങ് ഈ ഹുക്കിലൂടെ കോർക്കുക. ഹുക്ക് ഈ ജംപറിങ്ങിൽ കോർത്ത ശേഷം നമുക്ക് ഒരു ഭാഗത്ത് ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇത് കോർക്കാം. ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും ഒരു ജംപറിങ് മാത്രം കോർക്കാം. ഇപ്പോൾ ഇവിടെ ഹുക്ക് കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിങ് മാത്രമാണ് ഞാൻ മറ്റേ ഭാഗത്ത് കോർക്കുന്നത്. അല്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് 2-3 റിങ് വേണമെങ്കിൽ അതുപോലെ അടുപ്പിച്ചിട്ട് കോർത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഇത്രയും കോർത്ത് ഒരു ഭാഗത്ത് ജംപറിങ് കൂടി കോർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഒരു ഹാങ്ങിങ് പോലെ നമുക്ക് വേണമെങ്കിൽ കോർത്ത് ഇടാം. ഞാനിവിടെ ഒരു മുത്ത് മാത്രം അതുപോലെ ചെയ്യുന്നുണ്ട്. അതായത് പ്ലെയിൻ ചെയിൻ ഉണ്ടാവും, ഗോൾഡൻ കളർ ചെയിൻ ഉണ്ടാവുമല്ലോ, ആ ചെയിനിൽ ഒരു മുത്ത് ലാസ്റ്റ് കോർത്തിട്ട്, അതായത് ഹെഡ് പിന്നിൽ കോർത്ത് ചെറിയൊരു ലൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയിനിൽ കോർക്കുക. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നേരത്തെ ഇതേ സെയിം കളർ മുത്തൊക്കെ ഉപയോഗിച്ച് ചെയ്ത ഒരു ബ്രേസ്ലെറ്റിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇതുപോലെ കോർത്ത് റെഡിയാക്കിയ ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജംപറിങ്ങിൽ നമുക്കിത് കോർക്കാം. അപ്പോൾ ഞാനിവിടെ ഹുക്ക് കോർത്ത ഭാഗത്ത് ഈ ജംപറിങ് ഒന്ന് അകത്തിയ ശേഷം ഈ നമ്മൾ കോർത്തിട്ടുണ്ടല്ലോ ഈ ചെയിൻ അതിലൂടെ കോർത്ത് കഴിഞ്ഞ് ഈ ജംപറിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.